ഷാജി പാപ്പനെ എത്രത്തോളം ഇഷ്ടമാണ് സ്റ്റെല്ലയ്ക്ക്? ഷാജി പാപ്പനെ എത്രത്തോളം ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണും നോക്കി അത്രയും സ്നേഹമായിരുന്നു. പക്ഷെ ഷാജി പാപ്പനൊരു വാക്ക് പോലും തന്നിട്ടില്ല. ഒരു സ്റ്റെല്ല തേച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ സ്റ്റെല്ല തേച്ചെന്നാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? സ്റ്റെല്ല കാത്തിരുന്നില്ലേ, നടന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ബീജിയം ഉണ്ട്. ഫേവറേറ്റ് ബീജിയം അപ്പോൾ ഏതായിരിക്കും? വേണ്ട പാപ്പ തേക്കും പാപ്പ എന്റേതേ ഞാൻ പറയും. ഒൺലി വൺ ഡ്യൂഡ് ഇരിക്കട്ടെ. മിഥുൻ മാനുവൽ തോമസിന്റെ ഒരു ലക്കി ചാമാണെന്ന് തോന്നുന്നു. കാര്യം അഭിനയിച്ച 3 പടങ്ങളും ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും ചിലപ്പോൾ. ഇതെങ്കിലും കണ്ടിട്ട് മിഥുൻ ചേട്ടൻ അടുത്ത പ്രോജക്റ്റിലേക്ക് വിളിക്കട്ടെ. ഹായ്, ക്ലബ് എഫ് എമ്മിൽ ഇന്ന് നമ്മുടെ ഷാജി പാപ്പന്റെ സ്റ്റെല്ല, അതായത് നസ്രീനാണ് ആദർശിനോടെ. ഹായ്, വെൽക്കം ടു ക്ലബ് എഫ് എം. താങ്ക് യു ആദർശ്. ഷാജി പാപ്പനെ എത്രത്തോളം ഇഷ്ടമാണ് സ്റ്റെല്ലയ്ക്ക്? ഷാജി പാപ്പനെ എത്രത്തോളം ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡിൽ കണ്ടതാണല്ലോ എല്ലാവരും. കണ്ണും നോക്കി ഷാജി പാപ്പനെ എന്താ പറയുക, അത്രയും സ്നേഹമായിരുന്നു. പക്ഷെ ഷാജി പാപ്പനൊരു വാക്ക് പോലും തന്നിട്ടില്ല. ഇല്ല, പുള്ളിക്ക് ഇഷ്ടമാണ്, എന്നാൽ പുള്ളി ഒന്ന് കാത്തിരിക്കണോ വേണ്ടയോ ഒന്നും പറയുന്നില്ലല്ലോ. സ്റ്റെല്ല മാക്സിമം ശ്രമിച്ചു, പക്ഷെ നടക്കുന്നില്ല. ഒരു സൈഡിൽ നമ്മൾ ഹോൾഡിൽ ഇട്ടേക്കുന്നത് പോലെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെല്ല തേച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ സ്റ്റെല്ല തേച്ചെന്നാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? സ്റ്റെല്ല കാത്തിരുന്നില്ലേ. സ്റ്റെല്ല ഒരു ഇൻഡിപെൻഡൻറ്റ് വുമൺ ആണ്. സ്റ്റെല്ല കാത്തിരുന്നു, കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു, നടന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും വലിയ കഥയൊക്കെ ഉണ്ടായിരുന്നല്ലേ സ്റ്റെല്ലയ്ക്ക്? ഓക്കെ, നസ്രീൻ ഇപ്പോൾ ആട് 2-ലാണ് നസ്രീൻ ആദ്യമായിട്ട് വരുന്നത്, ആട് ഫ്രാഞ്ചൈസിൽ. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 2017 ശേഷം ഇപ്പോൾ 2026 ആട് 3 എത്തി നിൽക്കുകയാണ്. സോ എങ്ങനെയാണ് ഈ മിഥുൻ മാനുവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ എൻട്രി കിട്ടിയത്? ആട് ഫ്രാഞ്ചൈസിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയ് ചേട്ടൻ എന്നെ ഫേസ്ബുക്കിലൂടെ കണ്ടിട്ടാണ്. അപ്പോൾ ആക്ടിങ് ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളി ഓഡീഷന് വേണ്ടിയിട്ട് ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പം മിഥുൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ആ സിനിമയിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്. അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആടുവൺ കണ്ടിട്ടില്ലായിരുന്നു. ഇല്ലായിരുന്നു. ഷൂട്ട് കഴിയുന്നത് വരെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞു സിനിമ, അതായത് ആട് 2 റിലീസിന് മുന്നെയാണ് ഞാൻ ആക്ച്വലി ആ സിനിമ കാണുന്നത്. അപ്പോൾ പേടി ഉണ്ടായിരുന്നു, എങ്ങാനും ഇവർ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്ന ചാൻസ് പോവും അങ്ങനെയുള്ള പേടി ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ ചിലപ്പോൾ കണ്ടു എന്ന് പറയണമെന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷെ എനിക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു സിനിമ. പിന്നീട് ഇതിന് ശേഷം സിനിമ കണ്ടു, വർക്കായി. നസ്രീന്റെ ഫേവറേറ്റ് ക്യാരക്ടർ ഏതായിരിക്കും നമ്മുടെ ഈ ഒരു ആട് യൂണിവേഴ്സിൽ? ഉറപ്പായിട്ടും ഷാജി പാപ്പനാണ്. അല്ല, അതല്ലാതെ എനിക്ക് അറക്കൽ അബു സൈജു ചേട്ടൻ്റെ ക്യാരക്ടർ ഇഷ്ടമാണ്, ഡ്യൂഡ് ഇഷ്ടമാണ്. അതൊക്കെയാണ് ഫേവറേറ്റ്. ഒരുപാട് ബീജിയം ഉണ്ട്. ഫേവറേറ്റ് ബീജിയം അപ്പോൾ ഏതായിരിക്കും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു വേണ്ട പാപ്പ തേക്കും പാപ്പ എൻ്റെതേ ഞാൻ പറയും. ഇപ്പോൾ ഉള്ളത് ഞാൻ വരുമ്പോൾ ഉള്ളത്. പിന്നെ എല്ലാം അറക്കൽ അബുവിടെ ആയിക്കോട്ടെ, ഒൺലി വൺ ഡ്യൂഡ് ഇരിക്കട്ടെ. ഡ്യൂഡ് മതി. ആങ്കർ ആയിട്ടാണ് പിന്നീട് ഒരു ആക്ടർ ആയത്? അല്ല, ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. ആക്ച്വലി സിനിമ എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ഒരു കാര്യമാണ്. ഡയറക്ടർ സിദ്ദിഖ് സാർ ഞങ്ങളുടെ തറവാടിൻ്റെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഡയറക്ടർ സിദ്ദിഖ് സാറിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ ബ്രദറിനെയാണ് ആക്ച്വലി കാസ്റ്റ് ചെയ്തു. അതിൽ ഏത് റോളായിരുന്നു? റോള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുകേഷ് ചേട്ടൻ്റെ ചെറുപ്പകാലത്തിലേക്കാണ് കാസ്റ്റ് ചെയ്തത്. പക്ഷേ ചെയ്തത് പുള്ളിയല്ല, നീന്തുന്ന ഒരു സീനുണ്ടല്ലോ, പുള്ളിക്ക് നീന്തലൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു കൂട്ടുകാരൻ്റെ സീനാണ് ചെയ്തത്, ഐ മീൻസ് റോളാണ് ചെയ്തത്. അങ്ങനെ അതിൽ ഈ പട്ടം മേടിക്കാൻ വേണ്ടി പോകുന്ന സീനുണ്ട്, കുറച്ച് പെൺകുട്ടികൾ. ഞാൻ ഫ്രണ്ടിൽ തന്നെ ഒരു കൊച്ചുകുട്ടി, ചെറുതാ ഞാൻ അതിലുണ്ട്. അതെ, ആ സീനിലും ഞാൻ ശ്രദ്ധിക്കാം. അതൊരു 2 സീൻസിൽ ഉണ്ട്. പിന്നെ വെള്ളത്തിൽ പോയിട്ട് വീഴുമ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത്, എനിക്കില്ല. അങ്ങനെ ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു. CID മഹാദേവൻ 5 എന്ന് പറഞ്ഞിട്ട് കൊച്ചിൻ അനീഫ അങ്കിളിൻ്റെ മകളായിട്ട്, ശ്രുതി ഹീറോയിനായിട്ട്, അവരുടെ മകളായിട്ടായിരുന്നു. പിന്നെ വിനയപൂർവ്വം വിദ്യാധരൻ എന്ന് പറഞ്ഞിട്ട് ജഗദീഷ് ശ്രീകുമാർ അങ്കിളുടെയും സുകന്യ അവരുടെ ഒരു ഈ 2 സിനിമയും ത്രൂ ഔട്ട് ക്യാരക്ടേഴ്സ്. അങ്ങനെ ആ സിനിമ ചെയ്തു. പിന്നെ ഇങ്ങനെ ഒരു നിലാപക്ഷി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. ഉണ്ട്, ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ചാക്കോച്ചൻ എടുത്ത് വളർത്തുന്ന കുട്ടികളുണ്ട്, അതിലൊരു പെൺകുട്ടിയുള്ളൂ. അതിനുശേഷം പിന്നെ ആഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ആങ്കറിങ്ങിലേക്ക് വന്നു. ഇന്ത്യൻ വോയിസ് ജൂനിയർ എന്ന് പറഞ്ഞിട്ട് മഴവിൽ മനോരമയുടെ ഒരു ഷോയ്ക്ക് ആങ്കറായിരുന്നു. അതൊരു 1 ഇയറോളം ഉണ്ടായിരുന്നു.
ആ പരിപാടി. ഇപ്പോൾ ആടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പല ക്യാരക്ടേഴ്സും നല്ലൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്. അതായത് ഇത്രയും വർഷം കഴിയുമ്പോൾ ആ കണ്ടിന്യൂറ്റി നിലനിർത്താൻ വേണ്ടി. അപ്പം അതുപോലൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെ നസ്രീൻ നടത്തിയിട്ടില്ലേ? ആക്ച്വലി ആട് തേർഡ് പാർട്ട് വരും എന്നുള്ളത് അറിയാം. അത് ആട് 2ന്റെ സക്സസ് സെലിബ്രേഷന് ശേഷം തന്നെ അത് അനൗൺസ് ചെയ്തിരുന്നു. 3 ഇയർ ഗ്യാപ്പ് വന്നു. പക്ഷേ അവരിങ്ങനെ പേരിങ്ങനെ ഒരു സംഭവം ഇറക്കി. പക്ഷെ അതിൽ ഞാനിങ്ങനെ നോക്കി എൻ്റെ പേരുണ്ടോ എന്നുള്ളത്. പക്ഷേ കണ്ടില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ കണ്ടില്ല. അപ്പോൾ ആട് 3 വീണ്ടും അനൗൺസ്, ഇത്രയും ഇയേഴ്സിന് ശേഷം വീണ്ടും ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് അനൗൺസ് ചെയ്തപ്പോഴും ഞാനുണ്ടാവുന്ന പ്രതീക്ഷ എല്ലാവരും ചോദിക്കുന്നുണ്ട് ആട് 3 ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പം എനിക്കതറിയില്ല. പിന്നെ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് എനിക്ക് കുറച്ച് തടി ഉണ്ടായിരുന്നു. പിന്നെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി, കുറച്ചും കൂടി ഒന്ന് ഫിസിക്കലി കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. ജിമ്മിൽ പോയിരുന്നു, പക്ഷേ ചെറിയൊരു മടിച്ചായതുകൊണ്ട് അധികം കാലം പോയില്ല, പിന്നെ നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ യൂട്യൂബ് ട്യൂട്ടോറിയൽസ് ഒക്കെ നോക്കി വീട്ടിൽ തന്നെ വർക്കൗട്ടൊക്കെ ചെയ്ത് അങ്ങനെയാണ് അതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് യങ്ങായത് അല്ലേ? ഓക്കെ. ഈ മിഥുൻ മാനുവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ ഡയറക്ഷൻ നേരിട്ട് കണ്ട ഒരാളാണ്. അപ്പം അവിടെ നിന്ന് ലേൺ ചെയ്ത എന്തെങ്കിലും കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്ത എന്തെങ്കിലും കാര്യമുണ്ടോ? മിഥുൻ ചേട്ടൻ മനസ്സിൽ ഒരു വിചാരിക്കുന്ന ഇപ്പം ഇന്ന ഡയലോഗ്സ് വർക്കാവുന്ന പുള്ളിക്ക് ഒരു ഐഡിയ ഉണ്ട്. പുള്ളി പെട്ടെന്ന് കേട്ടിട്ടുണ്ട്, എനിക്ക് അറിയില്ല, പുള്ളി വേഗം സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരാളാണ് കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പോട്ടിൽ ഡയലോഗ്സ് എഴുതാറുണ്ട്, ചേഞ്ചസ് വരുത്താറുണ്ട്. അതൊക്കെ ഒരു ടാലൻ്റ് ആണല്ലോ. ഇതിലിപ്പം ആടിൽ തന്നെ ഒരുപാട് ഹിറ്റായിട്ടുള്ള ഡയലോഗ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി ആക്ടേഴ്സ് അതുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ഒരു ആക്ടറിന് വേണ്ടി മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയുള്ളൊരു സപ്പോർട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫാമിലി പോലെ. അതെ, ഫാമിലി പോലെയാണ്. അതും നമുക്കറിയാലോ, ആട് തന്നെ ആട് 1 തൊട്ടും ഉള്ള ആൾക്കാരാണ്, ആ ഒരു ടീമാണ്. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിട്ടുള്ളൂ. ആട് 2-ലാണെങ്കിലും ആട് 3-ലാണെങ്കിലും ഇവരങ്ങനെയല്ലല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് ഇവർ ഒരുപാട് ഡേയ്സ് ഉണ്ടായിരുന്നതാണ്. അപ്പം മിഥുൻ ചേട്ടൻ സംസാരിക്കുന്നത് ഭയങ്കര, ചില സമയത്ത് നമ്മൾ കുറുകി കൊള്ളുന്ന പോലത്തെ മറുപടിയൊക്കെയാണ്. നമുക്ക് ഭയങ്കര ഒരു കംഫർട്ടബിളാണ് വർക്ക് ചെയ്യാനായിട്ട്. MCA കഴിഞ്ഞിട്ടാണ് നസ്രീൻ ഫിലിം ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ അങ്ങനെ അവർ പറയില്ലേ വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം വരും? ആക്ച്വലി വീട്ടിൽ ഇൻട്രസ്റ്റ് ആയിരുന്നു അവർക്ക് സിനിമ. എനിക്കും എൻ്റെ മമ്മിക്കാണ് ഏറ്റവും കൂടുതൽ സിനിമ. അതെ ആയിരുന്നു, ഇപ്പം എനിക്കാണ്. ഇപ്പം അവരെക്കാളും കുറച്ച് കൂടുതൽ എനിക്കാണ്. അല്ല, മമ്മിക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പം ചെറുപ്പം തൊട്ടേ പോകുന്നത് മമ്മിക്കും കൂടെ താല്പര്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ, ഗ്യാപ്പ് അങ്ങനെ നമ്മൾ ഒരു വേണം എന്ന് വിചാരിച്ചെടുത്തൊരു ഗ്യാപ്പ് ആയിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു അങ്ങനെ. പിന്നെ ചില സിനിമകൾ കമ്മിറ്റ് ചെയ്തു, പക്ഷേ ചില കോംപ്ലിക്കേഷൻസ് കാരണം നടന്നില്ല സിനിമ അറിയാലോ, ചിലപ്പോൾ ഡിലേ ആവാം പ്രോജക്റ്റ്, അങ്ങനെ ഒരു ഇത് വന്നു. പിന്നെ വർക്കിലേക്ക് ആയപ്പോഴത്തേക്കും അതിലായി. പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും സിനിമയുണ്ടായിരുന്നു, സിനിമയിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ഇപ്പം റോളിൻ്റെ കാര്യം പറഞ്ഞു, അങ്ങനെ ഏതെങ്കിലും ഒരു റോള് കയ്യിൽ നിന്ന് മിസ്സായ റോളുണ്ടോ? കയ്യിൽ നിന്ന് മിസ്സായ ഒരു സിനിമ ആക്ച്വലി നടക്കേണ്ടിയിരുന്നൊരു പ്രോജക്റ്റായിരുന്നു അത്. എനിക്ക് അത് നടന്നിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷേ വളരെ നല്ലൊരു ക്യാരക്ടറായിരുന്നു, ഒരു ടീച്ചറിൻ്റെ ഒരു ക്യാരക്ടറായിരുന്നു. ആടിന് ശേഷം വന്നൊരു സിനിമയാണ്, നെക്സ്റ്റ് പ്രോജക്റ്റായിരുന്നു. അത്യാവശ്യം വലിയ പ്രോജക്റ്റായിരുന്നു. അതിൻ്റെ ഓഡീഷനൊക്കെ കഴിഞ്ഞിട്ട് സെറ്റായൊരു സിനിമയാണ്. ഗബ്രി എന്നായിരുന്നു സിനിമയുടെ പേര്. പക്ഷേ ആ സിനിമ ജേട്ടൻ ആയിരുന്നു അതിൻ്റെ ലീഡ് ക്യാരക്ടർ. പക്ഷേ ആ സിനിമ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ സിനിമ നടന്നില്ല. അപ്പോൾ അതെനിക്കൊരു വല്ലാത്തൊരു വിഷമമായിരുന്നു. കാരണം എനിക്കൊരു നന്നായി പെർഫോം ചെയ്യാനൊക്കെ ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. സിനിമയാണ്, എന്തും സംഭവിക്കാം. അപ്പം അതെനിക്ക് മിസ്സായതിൽ ഒരുപാട് സങ്കടമുണ്ട്. നേരത്തെ നമ്മൾ ഷോ തുടങ്ങുന്നതിന് മുമ്പ് സംസാരിച്ച ഒരു ഇൻഡിപെൻഡന്റ് വുമൺ ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം അത് ആകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? അതൊക്കെ ഞാൻ ആക്ച്വലി ആരെയും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഇപ്പോൾ അത് നമ്മുടെ ലൈഫിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് ചിലപ്പോൾ ഒരു സ്റ്റക്കായി പോകുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അവിടെ ആണെങ്കിൽ പോലും ഒരു മെൻ്റലി സപ്പോർട്ടിന് പോലും എനിക്കങ്ങനെ എൻ്റെ ഇഷ്യൂസ് ആരോടെങ്കിലും ഷെയർ ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാൻ തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞാൻ തന്നെയാണ് ചാടുന്നെങ്കിൽ പോലും അതെല്ലാം സ്വന്തമായിട്ട് പരിഹരിക്കുക. ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഷെയർ ചെയ്യും. ചിലപ്പോൾ നമുക്ക് ഒട്ടും പറ്റുന്നില്ലാത്തൊരവസ്ഥയാണെങ്കിൽ മാത്രം ഫ്രണ്ട്സിനോട്, അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് ചെയ്യും. പക്ഷേ ലൈഫിലെ ഡിസിഷൻസ് എല്ലാം ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതുവരെയുള്ള എൻ്റെ ജേർണിയിൽ ഞാൻ തന്നെയാണ്. അത് തനിയെ എനിക്കത് ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ നിന്ന് പുറത്ത് വരാനുള്ളൊരു ആ ഒരു രീതിയിലേക്ക് എന്നെ സെറ്റ് ചെയ്തെടുത്തു. ഈ ഒരു 7-8 ഇയേഴ്സിൽ എനിക്ക് അങ്ങനെ ഒരു ഗ്രോത്ത് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഫിലിം ഫീൽഡിൽ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ഉണ്ടോ, ക്ലോസ് ഫ്രണ്ട് ആരെങ്കിലും? ഈ അടുത്ത്
എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അതിലൊരാള് സച്ചിൻ ജോസഫ് എന്ന് പറഞ്ഞിട്ട് നാലര സംഘത്തിലെ പുള്ളി ഒരു എന്താ പറയുക അത്യാവശ്യം നന്നായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ സജദ് കാക്കു സിനിമാറ്റോഗ്രാഫറാണ്. പുള്ളി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. പുള്ളിയും പറയുന്ന പോലെ ഭയങ്കര സപ്പോർട്ടാണ്. ഞങ്ങൾ പരിചയപ്പെട്ടിട്ടൊക്കെ ഒരു 1 year ആ ഒരു ടൈമേ ആവുന്നുള്ളൂ. പക്ഷേ ഒരു 1 year ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് അതെ ഒരുപാട് ഇയേഴ്സായിട്ട് അറിയുന്ന, നമുക്കൊക്കെ ലൈഫിൽ നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. അങ്ങനെ അവർ രണ്ടുപേരാണ് ആക്ച്വലി എനിക്ക് ഈ മൂവി ഫീൽഡിൽ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ. ഒരുപാട് മൂവീസ് കാണുന്ന ഒരാളാണല്ലോ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടതിൽ അങ്ങനെ മനസ്സിൽ കയറി പറ്റിയൊരു 3 മൂവീസ് പറയാൻ പറഞ്ഞ ഏതൊക്കെ പറയും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ടോം ഹാങ്സിൻ്റെ ഗ്രീൻ മൈൽ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലെ ക്യാരക്ടേഴ്സ് ഒത്തിരി നമ്മുടെ മനസ്സിൽ ടച്ച് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. കരഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് സ്ലീപ്ലെസ് ഇൻ സിയാറ്റിൽ എന്ന് പറഞ്ഞിട്ട് ടോം ഹാങ്സിൻ്റെ തന്നെ സിനിമയാണ്. അതൊരു ലവ് സ്റ്റോറിയാണ്, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. അതെനിക്ക് നല്ല ഇഷ്ടമുള്ള സിനിമയാണ്. പിന്നെ ദ ബിഗ് ലെബോസ്കി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, ദ ബിഗ് ലെബോസ്കി ഒരു കൾട്ട് ക്ലാസിക് മൂവിയാണ്. ഡ്യൂഡ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ ഭയങ്കര ഒരു രസമുള്ളൊരു ക്യാരക്ടറാണ്. അതായത് പുള്ളി അങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളല്ല. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അതിനെപ്പറ്റി ഓവറായിട്ട് സ്ട്രെസ് ചെയ്യുന്ന ഒരാളല്ല. ഭയങ്കര കെയർ ഫ്രീ, സ്ട്രെസ് ഫ്രീ. ഡ്യൂഡ് എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറേ ആളുകൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണത്. കാരണം ലൈഫിൽ ഒന്നിനെ പറ്റിയും വേറിയില്ല. ഭക്ഷണം കഴിക്കാൻ അത് ചിൽ ഗൈ, ബൗളിംഗ് പോവുക, പിന്നെ ഇഷ്ടമുള്ള സാധനങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ളൊരു ഒരു അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ ക്യാരക്ടറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ സിനിമ ഭയങ്കര രസമാണ്. ഇൻഫ്ലുവൻസ് ചെയ്ത പേഴ്സണാലിറ്റീസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആക്ടേഴ്സിൽ എനിക്ക് എമി ആഡംസിനെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ലൗഡായിട്ടുള്ള പെർഫോമൻസസ് അല്ല, സട്ടിലാണ്. ഇപ്പോൾ മൈക്രോ എക്സ്പ്രഷൻസ് ആണ്. എല്ലാം ഐസിലൂടെ ആ ഒരു ഇമോഷൻസിനെ കൺവേ ചെയ്യുന്ന ഒരാളാണ്. ഒരു ഓവർനൈറ്റ് സക്സസ് അങ്ങനെയല്ല പുള്ളിക്കാരുടെ ഒരു ജേർണി എടുക്കുവാണെങ്കിൽ ചെറിയ 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 റോൾസ് ചെയ്ത്, അതെ കൺസിസ്റ്റൻസി, ഒരു ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ ഒരു അത് പുള്ളിക്കാരി ചൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഭയങ്കര ഇമോഷണലി ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടേഴ്സാണ്. നമുക്ക് ആ ക്യാരക്ടറിൽ അത് ചെയ്യുന്ന ആ ഒരു എക്സ്പ്രഷൻസിലൂടെ ഇമോഷൻസ് നന്നായിട്ട് കൺവേ ചെയ്യാൻ പറ്റും, നമുക്കത് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം എനിക്ക് എമി ആഡംസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് എമ്മ സ്റ്റോൺ എനിക്ക് ഇഷ്ടപ്പെടാൻ കൂടുതൽ കാരണം പുവർ തിങ്സ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. പുവർ തിങ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ എമ്മ സ്റ്റോൺ അതായത് ഒരു അഡൾട്ട് വുമൺ, പക്ഷേ അവരുടെ ഒരു കുട്ടികളെ പോലെയുള്ള ഒരു ബിഹേവിയറാണ്. ഇപ്പം ഒരു പോസ്റ്റേഴ്സിലായിക്കോട്ടെ, സംസാര രീതി ആയിക്കോട്ടെ, ഒരു ചൈൽഡിഷ് ആണ് പുള്ളി. അപ്പോൾ ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. പക്ഷെ അതൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ആ ക്യാരക്ടറിൽ നിന്ന്. പുള്ളിക്കാരി അതായത് വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുമ്പം അതിൽ നിന്നൊരു മാറ്റത്തിൽ നിന്ന് ഒരു കോൺഫിഡൻറ്റ് വുമൺ ആയിട്ടൊരു സ്റ്റേജിലേക്ക് വരുന്നു. എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടൊരു ധാരണയുണ്ടാവുന്നു. ലൈക്ക് ഒരു പവർ എന്താണ്, റിലേഷൻഷിപ്സ് എന്താണ്, കോൺസിക്വൻസസ് ഒക്കെ വന്നാൽ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്, ഒരു സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടല്ലോ, അതെല്ലാം മറികടന്ന് പുള്ളിക്കാരി എല്ലാ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുത്ത് ഒരു കോൺഫിഡൻറ്റ് വുമണായിട്ട് മാറുന്നൊരു ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ജെന്നിഫർ ലോറൻസ്. ജെന്നിഫർ ലോറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി ശരിക്കും ഒരു റിയൽ ആയിട്ട് തോന്നും. അതായത് ചില ആക്ടേഴ്സ് സംസാരിക്കുമ്പം ഭയങ്കര പോളിഷ്ഡായിട്ട് സംസാരിക്കണം, ഭയങ്കര കെയർഫുൾ ആയിരിക്കും. ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നോക്കാതെയാണ് സംസാരിക്കുന്നത്. പുള്ളിക്കാരി ഒന്നും ചിന്തിച്ചിട്ടല്ല. ഇപ്പോൾ എന്താ അഭിനയിക്കുമ്പോൾ പോലും നമുക്കത് ജീവിക്കുകയാണെന്ന് തോന്നിപ്പോ. ഇപ്പൊ ഒരു ജെനുവിനാണ്, എനിക്കിഷ്ടമാണ്. ഇത് മാത്രമല്ല, സിനിമ വിലയിരുത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മുടെ അതെ, ഇപ്പം എന്താ പറയുക, ഇറ്റ്സ് എ മാഡ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അതൊരു എന്താ പറയുക, ഒരു കയോട്ടിക് കോമഡിയാണ്. ആ ഒരു വേൾഡിൽ എന്താ പറയുക, കുറേ അധികം ക്യാരക്ടേഴ്സ്, കുറേ ഓരോ ടൈമിങ്ങിൽ ഭയങ്കര ഒരു ഫണ്ണായിട്ടുള്ള മൂവിയാണ്. ഇപ്പം വേണമെങ്കിൽ നമുക്ക് ആട് 2 ഒക്കെ ആ ഒരു രീതി അതുപോലത്തെ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനത്തെ സിനിമകളൊക്കെ കാണുമ്പം ഭയങ്കര രസമാണ്. ആ ഒരു ടൈമിങ്ങിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ഒരു ഫണ്ണായിട്ട് മാറുകയാണ്. ഒരു ഫൺ വേൾഡാണ് ആ സിനിമ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നസ്രിനെ കുറിച്ച് ഇപ്പം ആടിൽ എല്ലാവരും സംസാരിക്കുമെങ്കിലും വേറൊരു ക്യാരക്ടർ, ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള ഒരു ക്യാരക്ടർ എന്ന് എനിക്ക് തോന്നിയത് ആക്ച്വലി 5-ാം പാതിരയിലെ ക്യാരക്ടറാണ്. പാവം ബെഞ്ചമിൻ ലൂയിസിന് പണി കൊടുത്ത ക്യാരക്ടർ. അപ്പം കണ്ടില്ല, പക്ഷെ കറക്റ്റായിട്ട് കണ്ടു. അപ്പം ആ ക്യാരക്ടറിലേക്ക് എങ്ങനെ കാസ്റ്റ് ചെയ്യപ്പെട്ടെ? അത് മിഥുൻ ചേട്ടൻ തന്നെയാണ് എന്നെ അതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. ആട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്രോജക്റ്റ് ആയിരുന്നു അത്. അങ്ങനെ ആ പ്രോജക്റ്റിലേക്ക് വന്നതാണ്. ലൈക്ക് ഔട്ട് കണ്ടപ്പോൾ എങ്ങനെയാണ്? ലൈക്ക് ഫസ്റ്റ് നമ്മൾ സീൻ എടുത്തു കഴിഞ്ഞിട്ട് ഫൈനൽ ഔട്ട് കാണുമല്ലോ,
സിനിമയായിട്ട് കണ്ടപ്പോൾ ഈ കോമഡി എടുത്ത മനുഷ്യനാണോ ഈ ഒരു സാധനം ചെയ്തത്? അത് വേറൊരു ജോണറിലേക്ക് വന്നു മിഥുൻ ചേട്ടൻ. പക്ഷേ അത് വളരെ നല്ലൊരു സിനിമയാണ്, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കഥയാണ്. എനിക്ക് അങ്ങനെ ഒരു മൂവിയുടെ ഭാഗമാവാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടമാണ് ആക്ച്വലി ഇതുപോലെ ക്രൈം ത്രില്ലേഴ്സ് അല്ലെങ്കിൽ മിസ്റ്ററി സോൾവിങ് ആയിട്ടുള്ള മൂവിയുടെയൊക്കെ ഭാഗമാവാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇഷ്ടമാണ്. ഈ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന എന്തെങ്കിലും മിസ്കൺസെപ്ഷൻ, ഇപ്പോൾ സെറ്റിനെ കുറിച്ചായിരുന്നാലും സിനിമയെ കുറിച്ചായിരുന്നാലും വന്ന ശേഷം ഇങ്ങനെ ആയിരുന്നല്ലേ എന്ന് തോന്നിയൊരു കാര്യമുണ്ടോ? അത് പറയുകയാണെങ്കിൽ ഞാൻ ആട് 2 പോകുന്ന സമയത്ത് എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു ബിഗ് ക്രൂ ആണ് കാസ്റ്റിംഗ് ഒക്കെ. ഈ ജേട്ടനും അവരൊക്കെയാണല്ലോ നമുക്ക് അറിയാം. അപ്പോൾ ജേട്ടനൊക്കെ അങ്ങനെ നമുക്ക് ഇവരെയൊക്കെ നമ്മൾ ടി വിയിൽ സിനിമയിലൊക്കെ കണ്ടിട്ടാണ്, അവരുടെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ട്, നമുക്ക് പേഴ്സണലി ഇവരെ അറിയില്ല. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം പോയപ്പോൾ ജേട്ടൻ ഇങ്ങോട്ട് വന്നാണ് സംസാരിച്ചത്. എനിക്ക് കൈ തന്നിട്ട് ഹലോ നസ്രീൻ, ഞാൻ ജയസൂര്യ അങ്ങനെ പറഞ്ഞിട്ടാണ് പുള്ളി പരിചയപ്പെടുത്തുന്നത്. അപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ആംബിവേർട്ടാണ്. അപ്പം എനിക്ക് തുടങ്ങി അങ്ങോട്ടേക്കൊന്ന് പോയി ഹിറ്റ് ചെയ്യാനുള്ള ഒരു ഇതെനിക്കില്ല. എനിക്കൊരു കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് പിടിച്ച് കയറിക്കോളും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര കൂളായിരുന്നു. സെറ്റ് ഭയങ്കര എന്താ പറയുക, എല്ലാവരും വർക്ക് ചെയ്യാനായിട്ട് എല്ലാവരുമായിട്ട് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ വിചാരിച്ചു കുറച്ച് മസിലൊക്കെ പിടിച്ച് അങ്ങനത്തെ ഒരു വിജയ് ചേട്ടനൊക്കെ ഭയങ്കര കൂളായിട്ടുള്ളൊരു മനുഷ്യനാണ്. നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും അധികം സംസാരിക്കില്ല, ചിലപ്പോൾ കുറച്ച് ചാടി അതെ 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 അത് എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ്. പുള്ളിയാണെങ്കിൽ പുള്ളിയുടെ ഒരു ക്രിയേറ്റിവിറ്റി സൈഡ് പുള്ളിക്കും ഉണ്ട്. പുള്ളിയുടേതായിട്ടുള്ള കാര്യങ്ങൾ പുള്ളിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് സിനിമയിൽ. അപ്പം അതെ 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 അപ്പോൾ പുള്ളിയാണെങ്കിൽ നല്ലൊരു കംഫർട്ടബിൾ ആയിരുന്നു. സെറ്റിൽ മൊത്തത്തിൽ എല്ലാവരും നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഏതൊരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെയും ആഗ്രഹം കാണാൻ എനിക്ക് ഇന്ന ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യണം. അങ്ങനെ ഏതെങ്കിലും ഡയറക്ടറോ ടീമോ ആക്ടറോ ആരെങ്കിലും ഉണ്ടോ? ആക്ടേഴ്സ് എന്തായാലും ഉണ്ട്. ഇപ്പോൾ ഉള്ള എല്ലാ ആക്ടേഴ്സും നമുക്ക് എല്ലാവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നൊരു ഭാഗ്യം അത് നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഡയറക്ടർ അല്ലെങ്കിൽ ആ ഒരു ടീം എന്ന് പറയുന്നത് ദിലീഷ് പൊത്തൻ ചേട്ടൻ്റെ സിനിമകൾ എനിക്കിഷ്ടമാണ്. അതുപോലെ തന്നെ ശ്യാം പുഷ്കരൻ പുള്ളിയുടെ സിനിമകളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യണമെന്നൊക്കെ ഭയങ്കര അവർ മാത്രമല്ല, ഞാൻ പറഞ്ഞതാണ്, എനിക്കങ്ങനെ ആ ടീമിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതെ 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 കുറച്ചുകൂടെ എന്താ പറയുക, ആക്ടിങ്ങിൽ കുറേ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അവരുടെ ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര രസമാണ്. അതെ അതെ കുറച്ചും കൂടെ ഒന്ന് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടേഴ്സൊക്കെയാണ് അവരുടെ മൂവിയിൽ. ഓക്കെ, മിഥുൻ മേനോൻ തോമസിന്റെ ഒരു ലക്കി ചാമാണെന്ന് തോന്നുന്നു. കാര്യം അഭിനയിച്ച 3 പടങ്ങളും ബ്ലോക്ക് ബസ്റ്റർ. അതെ അതെ അടുത്ത പടത്തിൽ ഇപ്പോൾ ഉറപ്പായിട്ട് കാണും. അടുത്ത ആട് 4 ആണോ? 4 ആണെങ്കിൽ അത് ഇല്ലെങ്കിൽ ശരി. അപ്പം എന്നോട് കുറേ പേര് സംസാരിച്ചവരൊക്കെ ആണെങ്കിലും മിഥുൻ ചേട്ടൻ്റെ 3 പ്രോജക്ട്സ് ചെയ്തു. അപ്പം ഇതുപോലെ തന്നെ എന്നോട് പറഞ്ഞു, നീ ചെയ്ത 3 പ്രോജക്ട്സും ഭയങ്കര ഹിറ്റാണല്ലോ, സൂപ്പർ ഹിറ്റാണല്ലോ എന്ന്. അപ്പം ആയിരിക്കും ചിലപ്പോൾ ഇതെങ്കിലും കണ്ടിട്ട് മിഥുൻ ചേട്ടൻ അടുത്ത പ്രോജക്റ്റിലേക്ക് വിളിക്കട്ടെ. നെക്സ്റ്റ് പ്രോജക്റ്റ് ഓൺ ആയിട്ടുണ്ടോ? എന്താണ് പരിപാടി? നെക്സ്റ്റ് പ്രോജക്റ്റ് ഓണായി എന്ന് പറയാനുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. എൻക്വയറീസ് വരുന്നുണ്ട്. ചില വലിയ ഡയറക്ടർമാരൊക്കെ വിളിച്ചു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഇനി നടന്നില്ലെങ്കിൽ നടക്കട്ടെ. അപ്പോൾ എന്തായാലും നടക്കട്ടെ. ഇനിയിപ്പോൾ ഒരുപാട് നല്ല മൂവീസിന്റെ പാർട്ടാവാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് ക്ലബ് FM. താങ്ക് യു സോ മച്ച്.